നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹൽഗാം ജില്ലയിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദി സുപ്രീം കോടതി തന്നെയാണ്. കാരണം സുപ്രീം കോടതി ആ ഉത്തരവ് പുറപ്പെടുവിച്ചില്ലായിരുന്നുവെങ്കിൽ, കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇന്ന് ജമ്മു കാശ്മീരിൽ ചോരപ്പുഴ ഒഴുകില്ലായിരുന്നു. ശാന്തിയുടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്ന ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ അടുത്തേക്കാണ് ഇസ്ലാമിസ്റ്റുകളായ ഭീകരവാദികൾ ഭീകരാക്രമണം നടത്തിയത്. ചില കാര്യങ്ങളിൽ കർശന നിർദ്ദേശം നൽകേണ്ടയിടത്ത് അനാവശ്യമായ കാര്യങ്ങളിൽ നീതിന്യായ പീഠം തലയിട്ടു ഒരു ഇടപെടൽ നടത്തിയതിന്റെ പരിണിത ഫലമാണ് നമ്മൾ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ കണ്ടത്. കാശ്മീരിൽ ഇന്ന് കൊല്ലപ്പെട്ടവരുടെ ചോരയും പുരണ്ടിരിക്കുന്നത് ദില്ലിയിലെ സപ്രപഞ്ചത്തിൽ ചമഞ്ഞിരിക്കുന്ന സുപ്രീം കോടതിയുടെ മുഖത്താണ്. അവരാണ് ഈ അവസ്ഥ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണക്കാർ. ജഡ്ജികളാണ് എന്നതുകൊണ്ട് എന്ത് നിയമവും പടച്ചുവിടാൻ ഒരു അധികാരവുമില്ല. സുപ്രീം കോടതി എന്നത് ഒരു മെഷീനല്ല. കാരണം അവിടെ വിധി പുറപ്പെടുവിക്കാനിരിക്കുന്നവർ മനുഷ്യരാണ്. അവരുടെ തലയിൽ ഉദിക്കുന്ന ചില വിഡിത്തമായ വിധികൾ അവർ പുറപ്പെടുവിക്കും. ചില വിധികൾ അവർ വലിയ രീതിയിൽ ഒരു കലാപത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയിലേക്കും വലിയ രീതിയിൽ വിവാദപരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന വിധിയും സുപ്രീം കോടതിയിലെ ജഡ്ജികൾ പുറപ്പെടുവിക്കും. അവർ മനുഷ്യരാണ്. അല്ലാതെ ജഡ്ജിയാണ്, ചീഫ് ജസ്റ്റിസ് ആണ്, സുപ്രീം കോടതിയാണ്, പരമോന്നത നീതിപീഠത്തിന്റെ കാവൽക്കാരാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് വിധിയും പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ അത് രാജ്യത്തിന് ഗുണകരമാകുമോ ദോഷമാകുമോ എന്ന രീതിയിൽ നമ്മൾ നോക്കണം. ഇവർക്ക് എന്ത് ബന്ധമാണ് ഉണ്ടാവുക എന്ന് പോലും നമുക്കറിയില്ല. കാരണം ഈ ജഡ്ജിമാർക്ക് പല ആളുകളുമായിട്ട് ഇപ്പോൾ തന്നെ മുൻ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെതിരെ CBI അന്വേഷണത്തിന് ഒരു ശുപാർശ നിയമമന്ത്രാലയത്തിന്റെ കയ്യിലിരിക്കുകയാണ്. ആ നിയമമന്ത്രാലയം പേഴ്സണൽ മന്ത്രാലയത്തിനെ കഴിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ കയ്യിലേക്ക് ഉടനെ തന്നെ എത്തും. അങ്ങനെ ഒരു CBI അന്വേഷണത്തിലേക്ക് നിൽപ്പുണ്ട്. പിന്നെ അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ വസതിയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകൾ കണ്ടെത്തുന്നു. ഇതൊക്കെ തന്നെ സംശയാസ്പദമായ രീതിയിൽ ജഡ്ജിയുടെ നേരേക്ക്, പല ജഡ്ജിമാരുടെ നേരേക്ക് വിരൽ ചൂണ്ടേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ജമ്മു കാശ്മീരിനെ പോലെ ഒരു സംസ്ഥാനം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തി സംസ്ഥാന നിയമസഭ ഉണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് അന്ത്യശാസനവും സമയവും കൊടുത്തത് സുപ്രീം കോടതിയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി കാലം ഗവർണർ ഭരണത്തിൽ പട്ടാളത്തിന്റെ മേൽനോട്ടത്തിൽ കാശ്മീരിലെ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാൻ സൈന്യത്തിന് സാധിക്കുമായിരുന്നു. സെപ്റ്റംബർ 30-നകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് വാശി പിടിച്ചത് സുപ്രീം കോടതിയാണ്. അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തി ഭരണത്തിലേറിയ സംസ്ഥാന സർക്കാരിനാണ് ഇപ്പോൾ സ്വാഭാവികമായും ലോ ആൻഡ് ഓർഡർ ഉത്തരവാദിത്തം. ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനാകട്ടെ സുരക്ഷയുടെ കാര്യത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത്. അതിന്റെ ഫലമാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായത്. കാശ്മീർ താഴ്വര ഇന്ന് വീണ്ടും തീവ്രവാദികളുടെ പറുദീസയായി മാറിയിരിക്കുന്നു. സുപ്രീം കോടതിക്ക് സ്വത്രം. നീതിപീഠം ഏതാണ്, തീവ്രവാദി കേന്ദ്രം ഏതാണെന്ന് ജനത്തിന് ഇപ്പോൾ സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. മണിപ്പൂരിൽ കലാപത്തിന് മൂലഹേതുവും ഒരു കോടതി ഉത്തരവായിരുന്നു എന്ന് മറക്കരുത്. ആയിരങ്ങളുടെ ജീവനും സ്വത്തിനും ജീവിത മാർഗങ്ങളുമാണ് ഇരുണ്ട കുപ്പായത്തിൽ അണിഞ്ഞിരിക്കുന്നത്. ആയിരങ്ങളുടെ ജീവനും സ്വത്തും ജീവിത മാർഗങ്ങളുമാണ് ഇരുണ്ട കുപ്പായത്തിൽ ഇരുന്ന് എഴുതിയ ചെകുത്താൻ വിധിയിലൂടെ അവിടെ നഷ്ടമായത്. മോദി സർക്കാർ നിലയ്ക്ക് നിർത്തേണ്ടവനെ നിലയ്ക്ക് തന്നെ നിർത്തണം. അതിനാണ് ജനം ഭരണം ഏൽപ്പിച്ചു തന്നതെന്നും BJP മോദി ഓർക്കണം. അതിനാണ് നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടന ഉള്ളത്. സുപ്രീം കോടതിയുടെ ജഡ്ജി ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അങ്ങ് മുകളിൽ കയറിയല്ല ഇരിക്കുന്നത്. അവർ എല്ലാത്തിനും താഴെ രാഷ്ട്രപതിക്ക് കീഴെ ആണ് ഇരിക്കുന്നത് എന്ന കാര്യം ഓർക്കണം. ഏത് സുപ്രീം കോടതിയാണോ നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക്, ഏത് ജഡ്ജിയാണോ നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് കയറി നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സുരക്ഷാ പ്രശ്നമുണ്ടാകുന്നത്, അവരെ അപ്പപ്പോ തന്നെ അവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ ശിക്ഷാ നടപടിയിലേക്ക് കടക്കുക തന്നെ വേണം. സദ്ഗുണ വൈകൃതവും വിശ്വഗുരു സ്വപ്നങ്ങളുമൊക്കെ താത്തിറക്കി വെക്കുക വേണം. എന്നിട്ട് മതത്തിന്റെ കണ്ണിലൂടെ മാത്രം മനുഷ്യരെ കാണുന്ന ചെകുത്താന്മാർക്ക് വെടിയുണ്ടയിലൂടെ ചുട്ട മറുപടി നൽകുക. മതം വച്ചുള്ള ഭീകരവാദവും ജുഡീഷ്യൽ ഭീകരവാദവും ഈ രാജ്യത്ത് അവസാനിപ്പിച്ചേ പറ്റൂ. കോടതികളുടെ രീതികളിൽ, കോടതികളുടെ സ്വഭാവങ്ങൾ മുൻ ചീഫ് ജസ്റ്റിസ് വരെ നിലവിൽ CBIയുടെ റഡാറിൽ നിൽക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ ബന്ധവും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം,
5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.